അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ കാണുന്നത് നല്ലൊരു വ്യൂ പോയിന്റ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടുത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ സമയം 2 മണിയായി. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ വീഡിയോസ് എടുക്കാൻ വേണ്ടി ഞാൻ പോകുന്നതാണ്. അപ്പം നിങ്ങൾ ഇവിടെ കാണുന്നതാണ് ഇവിടുത്തെ ഒരു വെയിറ്റിംഗ് ഷെഡ്. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ വ്യൂ പോയിന്റിലോട്ട് പോകാമെന്ന് ഇറങ്ങിയപ്പോൾ ഇതാ നേരത്തെ ഫുള്ള് കാലി ഉണ്ടായിരുന്ന വെയിറ്റിംഗ് ഷെഡ് ഫുള്ള് ആള് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 കാറ് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ 2 കാറിൽ ഫാമിലികളായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇവരിപ്പോൾ ഇവിടെ ഈ കാഴ്ചകൾ കാണാനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമുക്കൊന്ന് അവരോടൊന്ന് സംസാരിച്ച് മനസ്സിലാക്കാം. ഹലോ, അസ്സലാമലൈക്കും. പിന്നെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നപ്പോ? വയനാട്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്? ആദ്യമായിട്ട് നമ്മളെ വെള്ളച്ചാട്ടം കാണാൻ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് മറ്റേ മഹാരാഷ്ട്രയിലെ അതിനെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം? അല്ല, ഒലിച്ചു പോയതാ. അപ്പൊ കഴിച്ചപ്പോ ഇയാൾ പറഞ്ഞ ഈ ഒലിച്ചു പോയെന്ന നല്ലൊരു കാര്യമായിട്ടാണ് നിങ്ങൾ പറയുന്നുള്ളത്. സാധാരണ പക്ഷെ നമ്മൾ കെയർ ചെയ്യണം അല്ലേ? നല്ലോണം കെയർ ചെയ്യണം. ഇതേപ്പോ ഇതാ ഒരുപാട് ആൾക്കാരുണ്ട് ചേട്ടാ. എന്ത് പേരെന്ത്? അതാ ആദ്യമായിട്ടാണ് ഇവിടെ അല്ലേ? നിന്റെ പേരെന്ത്? ആയിഷ. അസ്സലാമലൈക്കും. എന്ത് പേരെന്ന്? അല്ല, നിങ്ങളുടെ പേര്? എൻ്റെ പേര് ആദംകുഞ്ഞ്. ഇപ്പോൾ ഇയാളെ പേരാണ് ആദംകുഞ്ഞ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ആളെല്ലാം വിസിറ്റ് ചെയ്യാൻ കാണാൻ വേണ്ടി കാഴ്ച കാണാൻ പറ്റുന്നു ഇങ്ങോട്ട് വരുത്തുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പാലമുണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലേ? എന്താ ഇതിലോടിയിട്ട് വേണ്ടിയാ? ഈ തലമുതിർന്ന് ഇവിടെ പണിൻ്റെ താഴെ ഒരാളും കാണാനും പറ്റും. അപ്പോൾ ഇവിടെ ഒരു ഫിലിം ഷൂട്ടിംഗ് നടത്തിയ സ്ഥലമുണ്ട്. ഒരു 4 ഒരു 5-8 വർഷം ഫിലിമിൻ്റെ ഷൂട്ടിംഗ് നടത്തി. അത് ഇവിടെ ഈ ഭാഗത്തിൽ അത് അപ്പോൾ കൈസ് ഏതായാലും ഞാൻ ആ പാലത്തിൻ്റെ അടുത്തോളം ഒന്ന് പോയിട്ട് നോക്കിയിട്ട് വരാം കൈസ്. അപ്പോൾ ഞാൻ പോയിട്ട് നോക്കി. എൻ്റെ പേരെന്ത്? നിങ്ങളെ പുതിയൊരു സുഹൃത്താണ്. എന്ത് ചെയ്യുന്നു പറ? എന്ത് ചെയ്യുന്നു? പ്രൊഫഷൻ പറ. അപ്പോൾ അയാൾക്ക് ഏതായാലും വീഡിയോസിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല ഗൈസ്. കമോൺ പോളം. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചയെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇതാ നല്ല വിശാലമായിട്ടുള്ള നല്ല വ്യൂസാണ്. ഇതാ പാറെല്ലാം എങ്ങനെ ഉണ്ടൊക്കെ. പക്ഷേ ഈ സമയത്തെല്ലാം നിങ്ങൾക്ക് പൂണ്ട് ചാടിക്ക് പല്ല് വെപ്പിടുന്നു. ഈ സമയത്തൊന്നും നിൽക്കാൻ പറ്റില്ല. ഏതായാലും ഇപ്പം നമ്മൾ പാലത്തിൻ്റെ അടുത്തേക്ക് പോകും. സസ്പെൻഷൻ ബ്രിഡ്ജ് ഇല്ലല്ലേ ഈ ഭാഗത്ത്? തൂക്കുപാലം ഇല്ലല്ലോ? ഇല്ല. അപ്പോൾ ഇതാ ഈ പള്ളീൻ്റെ വഴിയിലൂടെ കൂടിയിട്ട് നേരെ ഇറങ്ങിയിട്ട് പോകണം നമുക്ക് ആ സസ്പെൻഷൻ ബ്രിഡ്ജും അതുപോലെ തന്നെ അവിടുത്തെ വാട്ടർഫോളും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ തൊട്ട് മുമ്പിൽ കാണുന്നതാണ് ഇവിടുത്തെ വലിയൊരു പ്രശസ്തി ആർജിച്ച ഒരു പള്ളിയാണ്. ഒരുപാട് കറാമത്തുകൾ കൂടി നടക്കുന്നൊരു പള്ളിയും കൂടിയാണിത്. അപ്പോൾ അതുപോലെ ഈ മഴക്കാലത്ത് നിങ്ങൾ ഇതുപോലുള്ള ട്രിപ്പുകളാ മറ്റും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും പോകുന്നുണ്ടെന്ന് വളരെ ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് സ്ലിപ്പാകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇതുപോലുള്ള സ്ഥലം. പായലൊക്കെ പിടിച്ചിട്ട് എൻ്റെ സുഹൃത്ത് ഉപ്പളയിലത്തെ സ്വദേശി എൻ്റെ കൂടെ തന്നെ ഉണ്ട്. പൊതുവേ ഉപ്പള പിന്നെ ബന്ത്യോട് പച്ചമ്പളം അതുപോലുള്ള സ്ഥലത്തുള്ള ആളുകളെ നമുക്ക് നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. കൊണ്ടുവന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം പറഞ്ഞു തരാൻ പറ്റുമോ? ഏകദേശം കുറച്ച് ഇതാക്കിയിട്ട് അറിയുന്നു ഒരു ഏകദേശം. ഗൈസ്, അപ്പോൾ ഏകദേശം ഒരു ഇദ്ദേഹം പറയുന്നുണ്ടത് ഇദ്ദേഹത്തിൻ്റെ പ്രായത്തിനനുസരിച്ച് എന്താ കണക്കിനെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് എത്ര വയസ്സ് ഇപ്പോൾ? 26. അതെ, അപ്പോൾ 26 ഒരു 50 വർഷത്തിൻ്റെ അടുത്തായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഒന്നും കൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്,
ഇതുപോലുള്ള സ്ഥലത്ത് പിന്നെ സ്ത്രീകളും കുട്ടികളായിട്ട് വരുമ്പം വളരെ കെയറായിട്ട് വരണം. കാരണം തന്നെ സ്ലിപ്പ് ചെയ്യാൻ വളരെ ചാൻസ് ഉള്ള സ്ഥലമാണ്. ഈ മഴക്കാലമായത് കാരണമാണ്, അല്ലാത്ത സമയത്ത് പ്രശ്നമില്ല. അപ്പം നോക്കുക എന്തൊരു മനോഹരമായിട്ടുള്ള പ്ലേസ്. ശരിക്കും പറഞ്ഞ് ഞാൻ ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇവിടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഈ 40-50 വർഷം എത്ര വർഷമായിക്കോട്ടെ അത് പ്രശ്നമല്ല. പക്ഷേങ്കിൽ ഇവിടുത്തെ നല്ല ഒരു അനക്കും കൊടുത്ത് ഇവിടുത്തെ പടിക്ക് പറ്റിയിട്ടില്ല. ഇവിടുത്തെ അത്രത്തോളം നല്ല ക്ലിയറിങ്. ചില സ്ഥലത്തെല്ലാം ഞാൻ ഇതുപോലുള്ള സസ്പെൻഷൻ ബ്രിഡ്ജ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ എല്ലാം അളിയിട്ട് പോയിട്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഏത് സമയത്തും ഏത് രാത്രിയിൽ വേണമെങ്കിൽ കണ്ണിമി പോകാൻ പറ്റുന്ന ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണിത്. അപ്പോൾ ഏതായാലും കുറച്ച് ഒന്ന് ഓവറോൾ ആയിട്ടുള്ള വ്യൂ ഒന്ന് കാണുക ഗൈസ്. ഇപ്പം നല്ല പോലെ മഴ ചാറ്റുന്നുണ്ട്. ഈ കേരളത്തിൻ്റെ ഈ ഭംഗി ഒന്ന് ശരിക്കും ഒന്ന് ആസ്വദിക്കേണ്ട തന്നെയാണ് ഗൈസ്. ഒരുപാട് കാഴ്ചകളുണ്ട്. പക്ഷേ നമ്മളെ ഈ കേരളത്തിൽ നിന്നുണ്ട കാഴ്ച വിട്ടിട്ട് തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് പോകുന്നു. ഒരുപാട് കേരളത്തിൽ നിന്നുണ്ട് നമുക്കറിയുന്ന അടുത്തുള്ള സ്ഥലത്ത് നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ഒരു മാപ്പ്, ഒരു റൂട്ട് ഞാൻ പറഞ്ഞുതരാം. ഏതായാലും ബെർമുഡ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു ഏകദേശം 3 കിലോമീറ്റർ വന്നിട്ട് എന്ത് സുഹൃത്ത് എടുത്ത സ്ഥലത്തിൻ്റെ പേര് തലമുഖർ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ദർഗയുണ്ട് ഗൈസ്. അപ്പോൾ ചെറിയൊരു പ്രോബ്ലം പറ്റിയിട്ടുണ്ട്. കാരണം എന്തെങ്കിലും എൻ്റെ മൈക്കം കേൾക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ സൗണ്ട് എത്രത്തോളം ഇതിൽ ക്യാപ്ചർ ആകുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഏതായാലും ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. നോക്കൂ ഗൈസ്, ഇതാ ശബരിമലക്ക് പോകുന്ന പോലത്തെ പടികളാണ് നിങ്ങൾ ഈ കാണുന്നത്. എത്ര പടി ഉണ്ടെന്ന് എണ്ണാം ഗൈസ്. കമോൺ ഗൈസ്. എന്തൊരു സീനാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ള, ഇതുവരെയായിട്ട് എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, ഞാൻ കാണിക്കാൻ പോകുന്ന ഗൈസ് നോക്ക് ഗൈസ്. അവിടെ അതാ വാട്ടർഫോൾ, വെള്ളച്ചാട്ടം കണ്ടോ അവിടെ. ഇതാ ഇതിലെ കൂടിയിട്ട് പോവാൻ വളരെ സാഹസികമായിട്ടാണ് ഈ യാത്ര ചെയ്യേണ്ടത്. ഇതിലെ കൂടിയിട്ട് വഴുതിപ്പോയാൽ ആ വെള്ളത്തിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ വളരെ കെയറായിട്ടാണ് നമ്മൾ മുമ്പോട്ടുള്ള ഓരോ സ്റ്റെപ്പും വെക്കേണ്ടത്. നല്ല പോലെ സൂക്ഷിക്കണം അതിലൂടിയിട്ട് നടക്കുമ്പോൾ. ഇവിടുന്ന് വഴുതി താഴെ വെള്ളത്തിൽ വീണാൽ നേരെ പോയിട്ട് ഈ ചാല് പോയിട്ട് ആ പുഴയിലേക്കാണ് കൂടുന്നത്. പിന്നെ എവിടത്തോളം എത്തുന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് ചെറിയൊരു വാട്ടർഫോൾസ് ആണ് കേസ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര വലിയൊരു വാട്ടർഫോൾസ് ഒന്നുമല്ല. എങ്കിലും ചെറുതായിട്ട് നമുക്കൊന്ന് എൻജോയ് ചെയ്യാനൊക്കെ എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ കുറച്ചും കൂടി മുകളിലെല്ലാം പോയാൽ നല്ല കാഴ്ചകൾ ഉണ്ടാവുമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പിന്നെ കൂടാതെ എനിക്ക് തോന്നുന്നു ഇതൊരു ഫോറസ്റ്റ് ഏരിയയും കൂടി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എല്ലാം നമ്മൾ ക്യാമ്പിങ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയൊരു സ്ഥലമാണിത്. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് ടൈമിൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഇതുപോലെ നല്ലൊരു പ്ലേസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഒരു സോളോ ക്യാമ്പിങ് ഫയർ ക്യാമ്പൊക്കെ ചെയ്യുന്നൊരു വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഓടിച്ചാടി കയറരുത്. ഇപ്പോൾ ഇവിടെ തന്നെ നല്ലതുപോലെ സ്കിഡാകുന്നുണ്ട്. കുട്ടികളും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം. കൂടാതെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ഞാൻ. അപ്പോൾ ഈ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളെ കോമൻറ്റ് ബോക്സിൽ കോമൻ്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കണം. ഇതാണ് എൻ്റെ ക്യാമറാമാൻ. അപ്പോൾ ഇതുവരെ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ കൂടെ ഒരു സുഹൃത്തും കൂടി ഉണ്ട്. ഒന്ന് ഇങ്ങോട്ട് മുഖം കാണിക്കൂ. അപ്പോൾ ഇവരൊക്കെ ഇവിടുന്ന് പരിചയപ്പെടാൻ പറ്റിയത് ഇവർ ഇവിടുന്ന് കണ്ണൂർ ആ ഭാഗത്തുനിന്ന് വന്നതാണ്. അവരെ പ്രോപ്പറായിട്ടുള്ള സ്ഥലം വയനാടാണ്. അപ്പോൾ അവിടെ കൂട്ടത്തിൽ ഇദ്ദേഹം വന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഇദ്ദേഹത്തിനെ പറഞ്ഞാൽ അറിയുമല്ലോ. ഇദ്ദേഹം
ഉപ്പള സ്വദേശിയാണ്. നല്ലൊരു സുഹൃത്താണ്. എനിക്ക് മുമ്പ് കണ്ടിട്ടുണ്ട് 1-2 പ്രാവശ്യം. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ ഇത് പ്ലാൻ ചെയ്തിട്ട് വന്നതല്ല. അപ്പോൾ ഇവിടെ പെട്ടെന്ന് കണ്ടിട്ട് അതിനെ കൊണ്ടാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതായിട്ട് വന്നു. അപ്പോൾ ഈ സ്ഥലം കാണിച്ച് എനിവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ കാണിക്കാൻ. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് ചാനൽ ഓപ്പൺ ആക്കിയിട്ടുണ്ടോ? ഇപ്പോൾ ഇദ്ദേഹം പുതിയൊരു ചാനൽ ഓപ്പൺ ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ചാനലുണ്ട്. എന്ത് പേര്? മലാക്ക് കോപ്പി എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട് ഗൈസ് ഇദ്ദേഹത്തിൻ്റെത്, ഈ സുഹൃത്തിൻ്റെ. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് സന്ദർശിക്കണം, സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ആദ്യം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. എന്നാലേ മുമ്പോട്ടുള്ള നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള ഞങ്ങൾക്കൊരു ഊർജ്ജം കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്നുള്ള നല്ല ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വന്നിട്ടുള്ളതും കൂടി ഇപ്പോൾ ഈ സ്ഥലത്തേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് സ്ഥലം മുകളിലോട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഒരുപാട് സ്ഥലമുണ്ട് കഴിച്ച്. അപ്പോൾ ഈ മഴക്കാലം പിന്നെ അതുപോലെ തന്നെ കഴിച്ച് സത്യം പറഞ്ഞാൽ കുടയോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതുപോലെ നെക്സ്റ്റ് ടെൻറ്റ് വീഡിയോ ഇടാനുണ്ട്. അത് സോളോ ക്യാമ്പിങ് ടെൻറ്റിൻ്റെ വീഡിയോ, അതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് നല്ലപോലെ എൻജോയ് ചെയ്യണം. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. ഓക്കെ.